الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. പ്രിയമുള്ള ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളം എന്നത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. വെള്ളമില്ലാതെ ജീവിക്കുക എന്നത് നമുക്കൊരിക്കലും സാധ്യമല്ല. കാരണം ജീവന്റെ അടിസ്ഥാനവും ജീവികളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. കുടിക്കാനും കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രം അലക്കാനും ഒക്കെ വെള്ളമുണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പകരമായ മറ്റൊന്ന് പകരം കണ്ടെത്താൻ മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെല്ലാം എടുത്തു പറയുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് വെള്ളം എന്ന മഹാ അനുഗ്രഹം. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എന്താണ് വെള്ളം, അല്ലെങ്കിൽ എന്താണ് മഴ? ഭൂമിയിലെ ജലാശയത്തിൽ നിന്ന് വെള്ളം സൂര്യന്റെ ചൂടുകൊണ്ട് നീരാവിയായി അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊന്തി അത് ഘനീഭവിച്ച് കാർമേഘമായി പല സാഹചര്യത്തിലും വീണ്ടും അത് ഘനീഭവിച്ച് ഭൂമിയിലേക്ക് വെള്ളമായി ഒഴുകുന്ന, വെള്ളമായി ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു പ്രക്രിയയാണ് മഴ എന്ന് ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ ഒരു വിഷയത്തിൽ വളരെയധികം വെളിച്ചം വീശുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 43-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മഴ എന്ന പ്രക്രിയയെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്.
അള്ളാഹു പറയുകയാണ്, അലം തറ, നീ കണ്ടിട്ടില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബ, അള്ളാഹു കാർമേഘത്തെ തെളിച്ചുകൊണ്ട് പോവുകയാണ്, സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നീട് അവകൾ തമ്മിൽ സംയോജിപ്പിക്കുകയാണ്, സുമ്മ യജഅലുഹു റുകാമ, പിന്നീട് അതിനെ കട്ടിയുള്ള കനമുള്ള അട്ടികളാക്കി മാറ്റുകയാണ്, ഫചറൽ വദഖ യഖ്റുജു മിൻ ഖിലലിഹി, എന്നിട്ട് അവയിൽ നിന്നും വെള്ളമായി പൊട്ടിയൊഴുകുകയാണ്, ഭൂമിയിലേക്ക് പതിക്കുകയാണ്, വയനസ്സിലു മിനസ് സമാഇ മിൻ ജിബാൽ, പർവ്വത സമാനമായ കാർമേഘങ്ങളാണ് വെള്ളമായി ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതുപോലെ തന്നെ ഫീഹാ മിൻ ബറദ്, അതിൽ നിന്നും ചിലപ്പോൾ ആലിപ്പഴങ്ങളും കൊഴിഞ്ഞു ചാടുന്നുണ്ട്, ഫയുസീബു ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ ആലിപ്പഴം കൊടുക്കുന്നു, വയസ്രിഫു അൻ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു, യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, ആ ഇടിനാദം മഴയ്ക്ക് മുന്നോടിയായി വരുമ്പോ നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള മിന്നലുകൾ അത് മുഖേന ഉണ്ടാവുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മഴയെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ എന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ പദപ്രയോഗം തന്നെ റഹ്മത്ത്, കാരുണ്യം എന്നതാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ്, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റാ ബൈന യദൈ റഹ്മതിഹി, വഹുവല്ലദീ, അല്ലാഹു ആകുന്നു അവൻ, യുർസിലു റിയാഹ, കാറ്റിനെ അയക്കുന്നവൻ അല്ലാഹുവാണ്, ബുശ്റൻ, ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ട്, ബൈന യദൈ റഹ്മതിഹി, അവന്റെ കാരുണ്യം അയക്കുന്നതിന് മുമ്പ്, അല്ലാഹു മഴയെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കാറ്റിനെ അയക്കുന്നുണ്ട്, കാറ്റിനെ അയക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നീരാവിയായി ഉയർന്നു പൊന്തുന്ന വെള്ളം അതിന്റെ സിംഹഭാഗവും അശുദ്ധ ജലമാണ് എന്നും, ഉപ്പ് രുചിയുള്ള കലങ്ങി മറിഞ്ഞ കടൽ വെള്ളമാണ് എങ്കിൽ ആകാശത്ത് നിന്ന് മഴയായി പെയ്തിറങ്ങുന്ന ആ വെള്ളം അതാണ് ശുദ്ധജലം എന്ന് പഠനങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മഴ വെള്ളത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ, നാം നിങ്ങൾക്ക് ഇറക്കി തരുന്ന, ആകാശത്ത് നിന്നും ഇറക്കി തരുന്ന ആ വെള്ളമില്ലേ, അത് മാഅൻ തുഹൂറ, ശുദ്ധമായ വെള്ളമാണ് എന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവികളെയും സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് എന്നും നമുക്ക് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവികളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. അപ്പോ എല്ലാ ജീവികളെയും അല്ലാഹു വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ വെള്ളം എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. മനുഷ്യനെ പറ്റി അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, മനുഷ്യനെ രക്തബന്ധമുള്ളവനാക്കിയതും വിവാഹബന്ധമുള്ളവനാക്കിയതും അല്ലാഹു തന്നെയാണ്. നിന്റെ രക്ഷിതാവ് അതിനെല്ലാം കഴിവുള്ളവനുമാണ്. പ്രിയമുള്ളവരെ, കുടിവെള്ളം മാത്രമല്ല, നാം ഇന്ന് അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ അല്ലാഹു വെള്ളത്തിനൊരു പങ്കും നൽകിയിട്ടുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി വഅന്നാ സബബനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൽയൻദുറിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കിക്കൊള്ളട്ടെ, ഇലാ തആമിഹി, അവന്റെ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കിക്കൊള്ളട്ടെ, അന്നാ സബബനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا. എങ്ങനെയാണ് നാം ആകാശത്തിൽ നിന്നും വെള്ളം ഇറക്കി തന്നിട്ടുള്ളത്, എങ്ങനെയാണ് നാം ഭൂമിയെ പിളർത്തി തന്നിട്ടുള്ളത്, സസ്യങ്ങളെ നാം എങ്ങനെയാണ് മുളപ്പിച്ചു തന്നിട്ടുള്ളത്, നിങ്ങൾക്കതിൽ എല്ലാ പഴവർഗ്ഗങ്ങളും മുളപ്പിച്ചു തന്നത് അല്ലാഹുവല്ലേ. അല്ലാഹുവിന്റെ ചോദ്യങ്ങളാണ് പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് മഴ നാം ഇറക്കി തന്നിട്ട് എല്ലാ കായ്കനികളും
നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ അല്ല നീയല്ലാതെ നൽകിയിട്ടുള്ളത് എന്ന് പറയാൻ ആർക്കാണ് സഹോദരങ്ങൾ കഴിയുക? അള്ളാഹു പറയുകയാണ് ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നിരിക്കുന്നു. എല്ലാ മാന്യമായ ഉപജീവനവും നാം ഭൂമിയിൽ നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നിരിക്കുന്നു. ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപജീവന മാർഗങ്ങളും ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ. അല്ലാഹു പറഞ്ഞു വഅൻസൽനാ മിനൽ മുഅ്സിറാത്, മേഘങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മാഅൻ സജ്ജാജാ, കോരിച്ചൊരിയുന്ന മഴയെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണത്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ചെടികളും ധാന്യങ്ങളും അത് മുഖേന മുളച്ചു വരാൻ വേണ്ടി. വജന്നാത്തിൻ അൽഫാഫാ, ഇടതൂർന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് നാം ഇതിറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതിരുന്നാലും, ഇനി മഴ ലഭിച്ചിട്ട് അത് അധികമായി കഴിഞ്ഞാലും ഒരു വിശ്വാസി അവന്റെ ഈമാനിനെ വർദ്ധിപ്പിക്കണം എന്നതാണ്. അള്ളാഹുവിലേക്ക് അവൻ കൂടുതൽ അടുക്കണം എന്നതാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ കാരണമാണോ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമാണോ ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ കാരണമാണോ എന്റെ നാടിന് മഴ ലഭിക്കാത്തത് റബ്ബേ എന്ന ചിന്തയാൽ അവൻ അള്ളാഹുവിലേക്ക് അടുക്കണം. ഇനി മഴ കൂടിയാലോ വെള്ളം കൂടിയാലോ അപ്പോഴും അവൻ ചിന്തിക്കണം, അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അള്ളാഹുവേ, ഈ മഴയെ ഞങ്ങൾക്ക് ഒരു പ്രയാസമായി, ഒരു ശിക്ഷയായി നീ ഇറക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഞങ്ങൾക്ക് ഉപദ്രവമാവാത്ത രീതിയിൽ നീ ഞങ്ങൾക്ക് മഴയെ വർഷിപ്പിക്കണമേ റബ്ബേ എന്ന് അവൻ പറയണം, പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എത്ര വെള്ളം നമുക്ക് ലഭിച്ചാലും അതിലൊന്നും ഒരിക്കലും ധൂർത്ത് പാടില്ല എന്ന് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മർറ ബിസഅദ്, ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോ അദ്ദേഹം അവിടെ ഉളു എടുക്കുകയാണ്. എന്നാൽ ഉളു ചെയ്യുന്ന സമയത്ത് ധാരാളം വെള്ളം വെറുതെ പാഴായി പോകുന്നുണ്ട്. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സർഫ് യാ സഅദ്, എന്താണ് സഅദ് ഇത്, എന്താണിത്? അപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫിൽ വുദൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വുദൂ ചെയ്യുമ്പോഴും ഈ വെള്ളം അമിതമായി പോകുന്ന പ്രശ്നമുണ്ടോ? ഈ ചോദ്യം കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇൻ കുൻത അലാ നഹ്രി ജാരിൻ, നീ ഒരു പുഴയുടെ അരികത്ത് നിന്ന് വുദൂ ചെയ്യുകയാണെങ്കിലും അധികം വെള്ളം ഉപയോഗിക്കരുത് സഅദേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖൗമൻ, കുറേ കാലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഒരു ജനതയുണ്ടാകും, ഒരു വിഭാഗം ഉണ്ടാകും. അവർ യഅതദൂന ഫി തുഹൂരി വദ്ദുആ, അവർ പ്രാർത്ഥനയുടെ കാര്യത്തിലും വുദൂ ചെയ്യുന്ന കാര്യത്തിലും അമിതമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നതാണ്. കുറഞ്ഞു പോകുന്ന രീതിയല്ല, അമിതമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വുദൂ ചെയ്യുമ്പോഴും പ്രാർത്ഥനയുടെ കാര്യത്തിലും അമിതമായി കൊണ്ടവർ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വെള്ളം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആകെയുള്ള വെള്ളത്തിന്റെ 97.2% വെള്ളവും അശുദ്ധജലമാണ് എന്നും ബാക്കി മാത്രമാണ് ശുദ്ധജലം എന്നതും പഠനങ്ങൾ നമ്മെ അറിയിക്കുമ്പോൾ, ആ ശുദ്ധജലം കൊണ്ട് നാം നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചെടി നനച്ചാൽ, തന്റെ അയൽവാസിക്ക് കുടിക്കാൻ കുടിവെള്ളം ലഭിക്കാത്ത സന്ദർഭത്തിൽ നാം നമ്മുടെ ശുദ്ധജലം കൊണ്ട് ചെടി നനച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ടെറസ് നനച്ചാൽ, നമ്മുടെ വാഹനം കഴുകിയാൽ, സഹോദരങ്ങളെ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള വെള്ളവും ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക എന്നല്ലാതെ കുടിവെള്ളം ഇതിനൊന്നും ഉപയോഗിക്കാതിരിക്കാനാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മാത്രവുമല്ല, വെള്ളം ഒരിക്കലും തടയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം നമ്മെ
കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ പരിഗണിക്കണമെന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിയണമെന്നും വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല, വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെ അല്ലാഹു ഇറക്കി കൊടുക്കുന്നതാണ് എന്നതാണ്. അതാരൊക്കെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറയുന്നുണ്ട്. റജുലൻ, ഒരു മനുഷ്യൻ, കാന ലഹു ഫളു മാഇ ബിത്തരീഖി, ഒരു മനുഷ്യൻ, അയാൾക്ക് വഴിയിലൂടെ നടന്നു പോകുന്നവർക്കെല്ലാം ആവശ്യമുള്ള വെള്ളം കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഫമനഅഹു, അദ്ദേഹം അത് തടഞ്ഞു നിർത്തി. ആളുകൾക്ക് ആവശ്യത്തിനധികം ഉപയോഗിക്കാനുള്ള വെള്ളം ഉപയോഗിക്കാനുള്ള കിണറോ കുളമോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹം അതവിടെ തടഞ്ഞു നിർത്തി. അദ്ദേഹം ആർക്ക് കൊടുക്കുകയുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവനെ പരലോകത്ത് വെച്ച് നോക്കുകയില്ല, അവനെ പരിഗണിക്കുകയില്ല, അവനക്കുള്ള ശിക്ഷയെ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഏതൊരു ജീവിക്കും വെള്ളം കൊടുക്കുന്നത് വലിയൊരു പുണ്യകർമ്മമായി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദാഹിച്ചു വലഞ്ഞ ഒരു വ്യക്തി ഒരു കിണറ്റിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ദാഹം മാറ്റി കയറി പോകുമ്പോ അതേ അവസ്ഥയിലുണ്ടായ ഒരു നായയെ കണ്ട് തന്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ വെള്ളം ആ നായക്ക് കൊടുത്ത വ്യക്തി അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വെള്ളം മറ്റുള്ളവർക്ക് നൽകുക എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. വെള്ളം എന്ന അനുഗ്രഹത്തിനെ നാം നന്ദി കാണിച്ചില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്യുന്ന 3 ഭീഷണികളുണ്ട്. 3 സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മെ ഭീഷണിപ്പെടുത്തി. അതിൽ ഒന്നാമത്തെ കാര്യം സൂറത്ത് മുൽക്കിലെ അവസാനത്തെ ആയത്താണ്. കുറെ കാര്യങ്ങൾ സൂറത്ത് മുൽക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന് അവസാനം അള്ളാഹു പറയുകയാണ്, ഖുൽ നബിയെ, താങ്കൾ ചോദിക്കണം, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് വേണ്ടി വെള്ളം ആരാണ് എത്തിച്ചു തരിക? ഇതൊക്കെ ഹൃദയത്തിൽ എത്തേണ്ട ചോദ്യങ്ങളാണ്, ഹൃദയത്തിൽ തട്ടേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റി വരണ്ടു കഴിഞ്ഞാൽ തന്റെ അയൽവാസിയുടെ കിണറ്റിൽ നിന്നും വെള്ളം നമുക്ക് ഉപയോഗിക്കാമെന്ന് കരുതാം. പക്ഷേ എല്ലായിടത്തും വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചോദിച്ചത്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ, ആകാശത്ത് നിന്ന് നാം നിങ്ങൾക്ക് ഒരു നിശ്ചിത തോതിൽ വെള്ളം ഇറക്കി തന്നു. ഫഅസ്കന്നാഹു ഫിൽ അർള്, എന്നിട്ട് ഭൂമിയിൽ നാം അതിനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. വഇന്നാ ലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, നാം വിചാരിച്ചാൽ അതിനെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്, അതിനെ തിരിച്ചു കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വെള്ളം തന്ന് നിങ്ങളുടെ കിണറുകളിലും തോടുകളിലും കുളങ്ങളിലും നാം ഇതിനെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതിനെ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുപോകാനും അവന് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു നമ്മോട് ചിന്തിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യ? നീ ഉപയോഗിക്കുന്ന, നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വെള്ളത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹുൽ മുൻസിലൂൻ, കാർമേഘത്തിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കിയിട്ടുള്ളത്, അതല്ല നാം ആണോ അതിനെ ഇറക്കിയിട്ടുള്ളത് എന്നതാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ലൗ നശാ ലജഅൽനാഹു ഉജാജാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കുടിക്കാൻ പറ്റാത്ത ഉപ്പിരുചിയുള്ള മലിനമായ ജലമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തേ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? അള്ളാഹു എന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് അത് മലിനജലമാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നാം കുടിക്കുന്ന നമ്മുടെ കിണറ്റിലെ ശുദ്ധമായ വെള്ളം
ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വെള്ളം കോരാൻ പോയപ്പോ, അല്ലെങ്കിൽ മോട്ടർ ഓണാക്കുമ്പോൾ ഉപ്പുരുചിയുള്ള കലങ്ങി മറിഞ്ഞ കുടിക്കാൻ പറ്റാത്ത ഒന്നിനും കൊള്ളാത്ത വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ അതിന് അള്ളാഹുവിന് കഴിയുകയില്ല സഹോദരങ്ങളെ. അങ്ങനെയായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു ചോദിക്കുകയാണ്, ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തേ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് എന്ന്. മഴയെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു അതിനോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞ മറ്റൊരു കാര്യം, ആകാശത്ത് നിന്ന് മഴ പെയ്ത് വറ്റി വരേണ്ട ഭൂമിയിൽ ആ വെള്ളം പതിച്ച് അവിടെ സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് പോലെ നിങ്ങൾ മരിച്ചതിന് ശേഷവും വീണ്ടും ഉയർന്നു പൊന്തുന്നതാണ് മനുഷ്യരെ എന്നതാണ്. മരിച്ചതിന് ശേഷം വീണ്ടുമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കാൻ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മഴ പെയ്യുന്നതിന് ശേഷം ഭൂമി സജീവമാവുക എന്നുള്ളത്. അള്ളാഹു പറയുകയാണ്, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടക്കുന്ന വരണ്ട ഭൂമിയെ വീണ്ടും പുല്ലും സസ്യങ്ങളുമെല്ലാം മുളച്ചു വരുന്ന അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുവരുന്നു. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത്, ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നാമാണ് നിർജീവമായ ഭൂമിയെ വെള്ളമൊഴുക്കി മുളപ്പിക്കുന്നത് എങ്കിൽ കദാലിക നുശൂർ, അതുപോലെ നിങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. മരിച്ച മണ്ണായ നിങ്ങൾ ആ മണ്ണിൽ നിന്ന് തന്നെ ഉയർന്നു വരും, എഴുന്നേറ്റ് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളത്തെ ഒരു അനുഗ്രഹമായി കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അദബുകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, 2-3 ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വയനാടിന്റെ മണ്ണിൽ നടന്ന 2 ദുരന്തങ്ങൾ. മണ്ണിടിഞ്ഞ് വെള്ളവും കല്ലും മണ്ണുമെല്ലാം അതിശക്തമായി ഒലിച്ചിറങ്ങി ധാരാളം വീടുകളും തോട്ടങ്ങളും നഷ്ടപ്പെട്ട്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട്, തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട്, തന്റെ ഭാര്യമാരെ, സ്വന്തം ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് വിതുമ്പി കരയുന്ന കണ്ണുകൾ നാം കാണുകയും കേൾക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കുകയും ഉണ്ടായി. അതിനിടയിൽ കാണാനിടയായ മറ്റൊരു കാര്യം, ആ ദുരിതം അനുഭവിച്ച ചില ആളുകൾ പറയുന്നത്, എന്തൊരു നാശമാണ്, എന്തൊരു മഴയാണിത്, ഈ മഴ കാരണം ഞങ്ങളുടെ വീടുകളെല്ലാം തകർന്നുപോയി, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്, വല്ലാത്തൊരു മഴ തന്നെയാണിത് എന്നിങ്ങനെ കാലത്തെ ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് നമുക്ക് സാധ്യമാവേണ്ടത്. ഏറ്റവും പ്രധാനം, ഏത് സാഹചര്യങ്ങളെയും അത് നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സാണ്, അതിന് നമുക്ക് സാധിക്കണം. തണുപ്പും ചൂടുമെല്ലാം മാറി മാറി വരുമ്പോ, വെയിലും മഴയുമെല്ലാം നമുക്ക് ലഭിക്കുമ്പോ, കാറ്റടിക്കുമ്പോ എല്ലാത്തിനെയും കുറ്റം പറയുന്ന, എല്ലാത്തിനെയും ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. കാലത്തെ ഒരിക്കലും ശപിക്കുകയോ പഴിക്കുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കാരണം കാലത്തെ സൃഷ്ടിക്കുന്നത്, കാലത്തെ നിയന്ത്രിക്കുന്നത്, കാലത്തെ ക്രമീകരിക്കുന്നത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ചീത്ത വിളിക്കുകയാണ്,
മനുഷ്യനെ വേദനിപ്പിക്കുകയാണ്. യഖൂലു, അവൻ പറയുന്നു, യസുബ്ബു ദഹർ, അവൻ കാലത്തെ ചീത്ത പറയുന്നു. വഅന ദഹർ, ഞാനാണ് കാലം. വഅന ദഹർ, ഞാനാണ് കാലം. ബിയദിൽ അംർ, എന്റെ കയ്യിലാണ് കാര്യം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും മാറ്റി മറിക്കുന്നവൻ ഞാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തരികയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന ഒരു താക്കീതുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും ഒരിക്കലും പറയരുത് യാ ഖൈബത്തദ് ദഹർ, എന്റെ കഷ്ടകാലമേ എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം ഫഇന്നല്ലാഹു ഹുവദ് ദഹർ, അല്ലാഹുവാണ് കാലം. അവനാണ് കാര്യങ്ങൾ നടത്തുന്നത്, അവനാണ് കാലങ്ങൾ ക്രമീകരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ദുരന്തത്തിൽ സ്വന്തം എന്ന് പറയാനുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്കിനി ആരാണുള്ളത്? ഈ ഒരു ദുരിതം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകും? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾക്കിനി ആശ്രയിക്കാൻ ആരാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നാം ചെയ്തു കൊടുക്കണം. വർഷങ്ങൾക്ക് മുമ്പ് മക്കാ മുശ്രിക്കീങ്ങളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റ് അതെല്ലാം സഹിക്കാൻ വയ്യാതെ മദീനയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങൾക്ക് താങ്ങും തണലുമായി അവരെ വരവേൽക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുക്കാൻ അന്നത്തെ മദീനത്തുകാരായ അൻസാറുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നിവിടെ ഉണ്ടായ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പറ്റം ജനസമൂഹത്തെ സഹായിക്കാൻ അന്നത്തെ മദീനത്തുള്ള അൻസാറുകളെ പോലെ നാം ഓരോരുത്തരുമായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ സഹായിക്കാൻ നമ്മളുടെ മനസ്സുകൾ തയ്യാറാവണം. അതിനുവേണ്ടി ഇന്ന് എല്ലാ പള്ളികളിലും ആ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട്, അതിന്റെ കളക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലും അതിന്റെ കളക്ഷൻ നടക്കുന്നുണ്ട്. ഗൂഗിൾ പേ വഴി പൈസ അയക്കാൻ സൗകര്യമുള്ളവർ അവിടെ നമ്മുടെ നോട്ടീസ് ബോർഡിൽ അതിന്റെ QR കോഡ് സ്കാനിങ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അവിടെ പോയി സ്കാൻ ചെയ്ത് ആ പൈസ പേ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, അതിനുള്ള സൗകര്യമില്ലാത്തവർ പൈസ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ആളുകൾ, ആ പ്രവർത്തകർക്ക് അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവരെ സഹായിക്കുക. നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ, പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോവാൻ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ചുറ്റുഭാഗങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്, എല്ലായിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറി റോഡുകളെല്ലാം കാണാത്ത അവസ്ഥ. ഈ ഒരവസ്ഥയിൽ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന മഴയാക്കി നീ മാറ്റണമേ റബ്ബേ. ഞങ്ങൾക്ക് എതിരാക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് ശിക്ഷയാക്കി നീ ഈ ഒരു മഴയെ ആക്കല്ല റബ്ബേ എന്ന് നിരന്തരമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിനെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മറ്റുള്ള ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുകയും അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കാനേ റബ്ബേ. പ്രയാസങ്ങൾ കൊണ്ട് ജീവിക്കുന്ന പല ആളുകളുമുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം നീ നീക്കിക്കൊടുക്കുകയും അവർക്ക് നല്ല ആശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ, സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസ്ഥകൾ നൽകി അനുഗ്രഹിക്കാനേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.